ആറാട്ടണ്ണനും നമ്മുടെ ആക്ടർ ബാലച്ചേട്ടൻ സംഗതി പഴയ വിഷയങ്ങളൊന്നുമല്ല, ഇത് വേറെ സീനാണ്. അപ്പോൾ നടന്മാർക്കെതിരെ അശ്ലീല പരാമർശം, യൂട്യൂബർ സന്തോഷ് വർക്കിക്കെതിരെ പോലീസ് താക്കീത്. അപ്പോൾ ഇത് കുറേ പേര് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ട് പറഞ്ഞു, ചേട്ടാ പുതിയതെന്താ വിഷയം, ഇങ്ങനെ പിന്നെ എന്താ പറഞ്ഞത്, എന്താണ് സംഗതി എന്നുള്ളതൊക്കെ ചോദിച്ച് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വരെ നമ്മളുടെ പേഴ്സണൽ സീനോ ഇഷ്യൂസോ അതൊക്കെ അവിടെ കഴിഞ്ഞ് മാറിപ്പോയ കേസുകളാണ്. ഇതല്ല, ഇത് അതിൽ നിന്ന് മാറിയിട്ട് AMMA അസോസിയേഷൻ, നമ്മുടെ നടന്മാർക്ക് വേണ്ടിയുള്ള അസോസിയേഷനിൽ എന്തോ ഒരു തീരുമാനമൊക്കെ ആയി. പിന്നെ അതവിടെ കേസായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പലരുടെയും എന്താ പറയുക കംപ്ലയിൻറ്റ്സ് AMMAയിൽ ചെന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ആറാട്ടണ്ണൻ സന്തോഷ് വർക്കിക്കെതിരെ ഇവർ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി ഇവർ താക്കീതൊക്കെ കൊടുത്ത് അങ്ങനെ വിട്ടു. അപ്പം അങ്ങനെ ഇത് നടന്ന സമയത്ത് തന്നെ എന്നെ പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനോട് പറഞ്ഞു, അണ്ണാ പണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്, അതായത് അവിടുന്നും ഇവിടുന്നും ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗോസിപ്പ് പറയുമല്ലോ, ലൈക്ക് ഒരു നടനെയോ നടിയോ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമാക്കാരുടെ ഇടയിലുള്ള ഗോസിപ്പുകളുടെ അതിൽ ആ സാധനം നിങ്ങൾ കേട്ടിട്ട് അങ്ങനെ കയറി വീഡിയോയിൽ അടിക്കരുത്. അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിയാവും. നാളെ നിങ്ങൾ ആ വ്യക്തിയോട് പോയിട്ട് നീ അല്ലേടാ എന്നോട് ഈ ഗോസിപ്പ് പറഞ്ഞ് ഈ നടനെക്കുറിച്ച് ഈ നടിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അവർ കൈ മലർത്തിയിരിക്കും, നിങ്ങൾ പെട്ടുപോകുന്നുള്ളത്. അത് ഞാൻ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ആയിട്ട് ചെയ്തപ്പോഴും ക്ലിയർ ആയിട്ട് ഞാൻ പറയലുണ്ട്, ആറാട്ടെണ്ണം പറയുന്നത് നിങ്ങൾ അത്ര മൈൻഡ് ചെയ്യണ്ട. കാരണം അങ്ങേര് തന്നെ ചില ടൈമിൽ അങ്ങേർക്ക് തോന്നുമോ അങ്ങേര് പൊതുവേ പറയുന്ന ഒരു കാര്യം പറഞ്ഞില്ല, സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് നിന്ന് എന്നെ വെച്ച് എല്ലാവർക്കും എന്ത് കിട്ടി, റീച്ച് കിട്ടി, ഫെയിം കിട്ടി. എനിക്ക് ഫെയിം വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിൽ നിന്നൊന്നും ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല എന്ന് ആറാട്ടെണ്ണം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. സത്യം തന്നെയാണ്, അയാൾക്ക് നിന്ന് പ്രത്യേകിച്ച് ഒരു ലാഭം ഉണ്ട് തോന്നില്ല. കാരണം അങ്ങേരിടുന്ന വീഡിയോസിന് അങ്ങേർക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി റീച്ചാണ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നവർക്കോ, അല്ലെങ്കിൽ അങ്ങേരെ കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്യുന്നവർക്കോ, അല്ലെങ്കിൽ അങ്ങേരുടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് മൂവി റിവ്യൂ എടുത്തിട്ട് ഏതെങ്കിലും വേറൊരു ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഭയങ്കര റീച്ചാണ്. അങ്ങേരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ അങ്ങേർക്ക് അത് കുറവായിരിക്കും വ്യൂവർഷിപ്പ്. ആ സീനുള്ള സമയത്ത് അങ്ങേരെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് പറഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ വളരെ ഇന്റലക്ച്വലായിട്ട് സംസാരിച്ചാലോ ആർക്കും കേൾക്കണ്ട, അതാരും കേൾക്കാനോ അതിന് വ്യൂവർഷിപ്പോ കാര്യങ്ങളോ ഇല്ല. അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടപ്പോൾ മോഹൻലാലിനെ കുറിച്ച്, മമ്മൂട്ടിയെ കുറിച്ച്, അല്ലെങ്കിൽ ഹണി റോസിനെ കുറിച്ച് എന്നൊക്കെ ആറാട്ടെണ്ണം പറയുന്നതൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങേര് ഒരു സൈഡ് നോക്കുമ്പോൾ അങ്ങേര് പറയുന്ന കാര്യം ഇവിടുത്തെ ഒരു വ്യൂവർഷിപ്പിന്റെ പ്രശ്നമല്ലേ ഇത്. ഇങ്ങേര് പറയുന്നത് എനിക്കിങ്ങനെ വീഡിയോ ഇട്ടിട്ടുള്ള വരുമാനം വേണ്ട, അല്ലെങ്കിൽ അങ്ങേർക്ക് വേറെ വരുമാനങ്ങളുണ്ട്, അങ്ങേര് പഠിക്കുകയാണ് ഒക്കെ അങ്ങേര് പറയുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നുള്ളൊരു വരുമാനം അങ്ങേരും എനിക്ക് തോന്നുന്നത് പേഴ്സണലി അങ്ങേർക്ക് ഇതിൽ നിന്നുള്ള വരുമാനം കാണുന്നുണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടേ, പക്ഷെ ഒരു ലെവൽ വിട്ട് പോയത് ഞാൻ അങ്ങേരോട് പലപ്പോഴായിട്ട് പറയാറുണ്ട്. ആ ഒരു ലെവൽ വിട്ട് പോയതും പല കാര്യങ്ങളും പലർക്കും പേഴ്സണലി ഭയങ്കര ഹേർട്ട് ആയതുകൊണ്ടാണ് അങ്ങേർക്കെതിരെ ഈ കേസും സംഗതികളൊക്കെ വന്നിട്ടുള്ളത്. സിനിമാ റിവ്യൂവിന്റെ മറവിൽ നടീനടന്മാർക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചു. താരങ്ങളെയും കുടുംബാംഗങ്ങളെയും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് കാണിച്ച് നടൻ ബാല കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയിലും പാലാരിവട്ടം പോലീസിലും പരാതി നൽകിയിരുന്നു. മുൻപ് നടൻ ബാലയെയും സന്തോഷ് വർക്കി സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുകയുണ്ടായി. ബാലയുടെ പരാതി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഗൗരവമായി എടുക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ സന്തോഷ് വർക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് എഴുതി ഒപ്പുവെച്ചു. ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ കേസെടുക്കുമെന്ന് പോലീസ് ഇയാൾക്ക് മുന്നറിയിപ്പ് നൽകി. സിനിമാ റിവ്യൂവിന്റെ മറവിൽ നടീനടന്മാരുടെ കുടുംബത്തിനെതിരെ അശ്ലീല പരാമർശം നടത്തുന്ന യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് അമ്മയുടെ തീരുമാനം. അതേസമയം തന്റെ പരാതിയിൽ സന്തോഷ് വർക്കിക്ക് തെറ്റുതിരുത്താനുള്ള അവസരമാണ് നൽകിയതെന്ന് നടൻ ബാല പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ബാലച്ചേട്ടനോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ആറാട്ടനോടും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബാലച്ചേട്ടനോട് പറഞ്ഞപ്പോൾ ബാലച്ചേട്ടൻ പറഞ്ഞത് ഒന്നുമല്ലടാ, കുറേ പേരുടെ കംപ്ലൈന്റ് ഉണ്ട്, കുറേ പേരുടെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ ചിലരത് ഇഗ്നോർ ചെയ്യും, ചിലർ മൈൻഡ് ചെയ്യില്ല, ചിലർക്ക് ഇത് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും, ഫോർവേഡ് ചെയ്ത് കൊടുക്കും. പലരും അങ്ങനെയാണല്ലോ, നമ്മളെ കുറിച്ചൊക്കെ എന്തെങ്കിലും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളെന്ത് ചെയ്യും, ഒന്നും ഇങ്ങോട്ട് ഇട്ട് തരും നമുക്ക്. അങ്ങനത്തെ നല്ലവരായ കുറച്ച് കുടുംബക്കാരും കൂട്ടക്കാരും നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ നമുക്കുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നവരെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഇട്ട് തരും. അപ്പം അങ്ങനത്തെ സീനുകൾ ഉള്ളതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് പറ്റില്ല. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആറാട്ടണ്ണന് ഒരു താക്കീത് എന്നല്ല, ഇത് ആക്ച്വലി AMMA അസോസിയേഷൻ ചെയ്ത പരിപാടി എന്താണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സിനിമ റിവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ സിനിമയിലുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ അവരുടെ ഫാമിലിയുടെയോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യത്തിലേക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയെയോ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ പറ്റം കണ്ട് അത് ചെയ്യരുത്. നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിനിമയിലെ ക്യാരക്ടർ വെച്ചിട്ട് പറഞ്ഞു,
അതിൽ അഭിനയിച്ച നടനെയോ നടിയോ അതിൻ്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ നിങ്ങൾ പേഴ്സണലി കയറി അറ്റാക്ക് ചെയ്യുന്നൊരു പരിപാടിയിലേക്ക് പോകരുത് എന്നുള്ളൊരു താക്കീത് എല്ലാവർക്കും കൂടി എന്നുള്ള രീതിയിലാണ് ആദ്യം സന്തോഷ് വർക്കിക്ക് ഇട്ട കൊട്ടിയെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ കോക്കിൻ്റെ കേസിലൊക്കെ നമുക്കറിയാം ചില സമയത്ത് ഭയങ്കരമായ വിമർശനമാണ് സിനിമാക്കാരുടെ ഇടയിൽ നിന്ന് വന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് സിനിമയെ പറഞ്ഞോ എന്തിനും അതിനുള്ള ക്യാരക്ടർ അഭിനയിച്ച നടനെയോ നടിയെയോ പറയുന്നു. ഈ അടുത്ത ആസിഫ് അലി വന്നിട്ട് ഇതേപോലെ കോഴിക്കോടുള്ളൊരു റിവ്യൂവർ എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത് ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് എടുക്കാൻ കഴിയില്ല. ഓക്കെ, ചിലതൊക്കെ ലിമിറ്റ് വിട്ട് പോയി പറയുന്നതുണ്ട്, അതും ഞാൻ എഗ്രി ചെയ്യുന്നു. സന്തോഷ് വർക്കിൻ്റെ കേസിൽ ഇതാണ് വിഷയം. അതായത് ഇങ്ങനെ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇപ്പം അതിനിപ്പോൾ കുറച്ച് കാലത്തിന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ അങ്ങേരോട് പറഞ്ഞപ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല, അങ്ങേരെ മൈൻഡ് അങ്ങേർക്ക് തോന്നുന്ന രീതിയിലാണ് അങ്ങേര് ഓരോ കാര്യങ്ങൾ ചെയ്യാറും പറയാറൊക്കെ ഉള്ളത്. അപ്പം അങ്ങേരോട് ഓൾറെഡി ഇത് കുറേ വട്ടം പറഞ്ഞു കൊടുത്ത കേസാണ്. ബട്ട് സ്റ്റിൽ അങ്ങേരെ തോട്ട് അങ്ങനെയാണ്, അങ്ങേരെ മനസ്സിൽ അങ്ങനെയാണ്. അതായത് ഇവിടുത്തെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്. ഞാൻ ഇൻ്റലക്ച്വലായിട്ട് എത്ര സംസാരിച്ചാലും ഒരിക്കലും ഇത് കാണണ്ട, ഈ ഒരു തോട്ടിലാണ് അങ്ങേരിയിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണെങ്കിലും സീനൊന്നും ഉണ്ടായിട്ടില്ല. കുറേ പേര് പറഞ്ഞു സന്തോഷ് വർക്ക് ഇനി ഇത് പറയില്ല, ഇനി റിവ്യൂ നിർത്തും, ആറാട്ടെണ്ണം ഇനി പറച്ചിൽ നിർത്തും. ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്ത് അങ്ങേർക്ക് പറയാം, ക്രിട്ടിസൈസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ അവരെ ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയുക പറ്റ അതായത് ഗോസിപ്പ് അടിച്ച് അല്ലെങ്കിൽ എവിടെ നിന്ന് കേട്ട സാധനങ്ങൾ എടുത്തിട്ട് അടിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പൊന്നുമില്ല. അങ്ങനെ ചെയ്യുമെന്നും തോന്നുന്നില്ല. ആൻഡ് ഇതൊരു ഒരാൾക്കുള്ള വാർണിംഗ് അല്ല, മൊത്തത്തിൽ സോഷ്യൽ മീഡിയക്കകത്ത് ഇതേപോലെ ചെയ്യുന്ന ചാനലുകളോ ഇതേപോലെ ചെയ്യുന്ന വ്യക്തികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല പണി വരാൻ നിൽക്കുകയാണെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി കിട്ടിയൊരു വിവരം.